ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകം നമ്മെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നാം നോക്കേണ്ടതില്ല. ചില ആളുകൾ നമ്മെ നിന്ദിച്ചു എന്ന് വരാം, ചിലർ നമ്മെ വന്ദിച്ചു എന്നും വരാം. ഇത് രണ്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായകം അല്ല. അതിനാൽ ഇവയെ നാം ഒന്നും ഗണിക്കേണ്ട. എന്നാൽ നാം അങ്ങോട്ട് ഗണിക്കുന്നത് ആരെയും നമ്മൾ നിന്ദിക്കരുത്. എല്ലാവരിലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കാൻ നമുക്ക് സാധിക്കണം. സർവേശ്വരൻ്റെ വിലാസമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര ശക്തിയാണ് എന്ന പരമസത്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് മാനവർ നിന്നെ സ്തുതിച്ചാൽ എന്താ, മാനിച്ചാലും എന്താ, ലോകങ്ങൾ നിന്നെ ആനന്ദസ്ഥാനത്തിലെത്താൻ അവ ഊനങ്ങളാകുക ഇല്ലില്ല മനമേ. നമ്മുടെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെയാണ് നാം സ്വാധീനിക്കേണ്ടതും ബോധമുള്ളതാക്കേണ്ടതും ഉപദേശിക്കേണ്ടതും എല്ലാം മനസ്സിനെ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിനോട് നാം പറയൂ, മാനവർ നിന്നെ സ്തുതിച്ചാൽ എന്താ. മനുഷ്യർ നിന്നെ വാഴ്ത്തി സ്തുതിച്ച് തോളിലേറ്റിക്കൊണ്ട് നടന്നു എന്ന് വരാം. ചിലപ്പോൾ അതേ മനുഷ്യൻ തന്നെ തോളിന്ന് വലിച്ചെറിഞ്ഞ് മണ്ണിലേക്കിട്ടു എന്നും വരാം, എന്നിട്ട് ചവിട്ടി എന്നും വരാം. അതുണ്ടാവും. മാനവർ മനുഷ്യർ ഒരു വിഭാഗം നമ്മെ തോളിലേറ്റി നടക്കും, മറ്റൊരു വിഭാഗം നമ്മെ ചവിട്ടി മതിക്കും. ഇത് രണ്ടും ഉണ്ടാകും. രണ്ടിലും നമ്മൾ വികാരപ്പെടരുത്. ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം, പിന്നെ ഒട്ടുപേർ നമ്മെ ദുഷിക്കാം. നമ്മിൽ നമുക്കാത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ. ഇതാണ് നമുക്ക് വേണ്ടത്. നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരേപോലെ കാണാൻ നാം പഠിക്കണം. നമ്മുടെ മനസ്സിനെ സ്തുതിക്കുമ്പോഴേക്കും നമ്മളങ്ങ് പൊങ്ങിപ്പോയാൽ മറുവശത്തെ നിന്നവരും ഉറപ്പാണ് അതിൽ പതറിപ്പോകും. അത് രണ്ടും ഉണ്ടാവരുത്. നിന്ദിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാതിരുന്നാൽ, നിന്ദിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടാതിരുന്നാൽ, വന്ദിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ഉണ്ടാവില്ല. അത് ക്ഷണികമാണ്. ആ സന്തോഷവും ക്ഷണികമാണ്, ആ ദുഃഖവും നമുക്ക് ക്ഷണികമാണ്. വന്ദിക്കുമ്പോഴുള്ള ആ സുഖം അല്ലെങ്കിൽ ആ സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഒരു നിന്നാവാക്ക് കേൾക്കുന്നവരേ ഉള്ളൂ. നിന്ദിക്കുമ്പോഴുള്ള ദുഃഖം അസ്തമിക്കാൻ അപ്പുറത്തൊരു വന്ദിക്കുന്ന വാക്ക് കേട്ടാൽ മതി. ഇത് രണ്ടിലും നമ്മൾ വികാരപ്പെടരുത്. രണ്ടിനെയും നമ്മൾ സ്വീകരിക്കേണ്ടതുമില്ല. ഇതല്ല നമ്മുടെ ലക്ഷ്യം. അതാണ് മാനവർ നിന്നെ സ്തുതിച്ചാലെന്ത്, മാനിച്ചാലും എന്താ, ലോകങ്ങൾ നിന്നെ. മാനവർ നിന്നെ സ്തുതിച്ചാലെന്താ, അപമാനിച്ചാലും എന്താ, ലോകങ്ങൾ നിന്നെ ആനന്ദസ്ഥാനത്തിലെത്താൻ അവ ഊനങ്ങളാകുക ഇല്ലില്ല മനമേ. ആനന്ദസ്ഥാനത്തിലേക്ക്, അതായത് ആത്മതലത്തിലേക്ക് എത്താൻ ഇതൊന്നും നമ്മെ സഹായിക്കില്ല. മറ്റുള്ളവരുടെ നിന്ദയും ഒരു ഭാഗത്തിൻ്റെ സ്തുതിയും അങ്ങോട്ടെത്താൻ നമുക്ക് സഹായകം അല്ല. മാനവർ നിന്നെ സ്തുതിച്ചാലെന്താ, മാനിച്ചാലും എന്താ, മാനവർ നിന്നെ സ്തുതിച്ചാലെന്ത്, നിന്ദിച്ചാലും എന്താ, ലോകങ്ങൾ നിന്നെ ആനന്ദസ്ഥാനത്തിലെത്താൻ അവ ഊനങ്ങളാകുക ഇല്ലില്ല മനമേ.
എത്ര വലിയ ഒരു സത്യമാണ് ഈ ചെറിയ, വളരെ ലളിതമായി ഈ ചെറിയ 4 വരികളിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ഭാഷയിലാവണമെന്നില്ല. ഏത് പാവപ്പെട്ടയാൾക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ളതല്ലേ വേണ്ടത്. അത്രയും ലളിതമാണിത്. ഇതൊന്ന് നമ്മൾ മനനം ചെയ്ത് 4 പ്രാവശ്യം ചൊല്ലിയാൽ നമുക്കിത് മനഃപ്പാഠമാകും. ഒന്ന് മനഃപ്പാഠമായി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം മറ്റൊരാൾ നമ്മെ നിന്ദിക്കുമ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് നോക്കുക. നമ്മളാകെ ഒരു ചെറിയ കടുത്ത വാക്കുകൾ വേറൊരാൾ പറയുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു വാക്ക് പറയുമ്പോഴേക്കും നമ്മൾ ആകെ തളർന്ന അവശയായി ഇനി ചാവല്ലാതെ എന്തിനാ മാനം കെട്ട് ജീവിക്കുന്നത്? ഇനി മരിക്കാൻ വേണ്ടി തയ്യാറാവുന്നവരും മരിച്ച ആളുകളുമുണ്ട്. പോയി അവരുടെ ജീവിതം എന്നല്ലാതെ പിന്നെന്താ? ഒരു ചെറിയ അപവാദം പറയുമ്പോഴേക്കും നമ്മൾ കുലുങ്ങാൻ പോവരുത്. മല പോൽ കുലുങ്ങാതിരിക്കൂ നിത്യം, മല പോലെ ആപത്തു വന്നാലും കൂടി, കലങ്ങാതെ മരണമടുത്താൽ കൂടി, തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ. ഇതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒന്നും ഒരു കുലുക്കവുമില്ലാതെ വേണം നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കാൻ. ഒന്നുകൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. മാനവർ നിന്നെ സ്തുതിച്ചാലെന്ത്, നിന്ദിച്ചാലും എന്താ ലോകങ്ങൾ നിന്നെ, ആനന്ദസ്ഥാനത്തിലെത്താൻ അവ ഊനങ്ങളാകില്ല മനമേ നീ കേൾക്കൂ.